കുവൈറ്റിൽ ഗാർഹിക പീഡനത്തിന് കടുത്ത ശിക്ഷ വ്യവസ്ഥ ചെയ്യുന്ന പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നു. ശാരീരിക പീഡനങ്ങൾ ഉൾപ്പെടെ എല്ലാത്തരം അതിക്രമങ്ങളും നിയമത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത് സംബന്ധിച്ച നിയമം പരിഷ്കരിച്ചിരിക്കുന്നത്. വ്യാജ പരാതികൾ നൽകുന്നവർക്കും കടുത്ത ശിക്ഷ നിയമം ഉറപ്പാക്കുന്നുണ്ട്. നേരത്തെ നിലവിലുണ്ടായിരുന്ന നിയമത്തിൽ ഭേദഗതി വരുത്തിക്കൊണ്ടാണ് പുതിയ നിയമം കുവൈറ്റ് ഭരണകൂടം അവതരിപ്പിച്ചിരിക്കുന്നത്. ഗാർഹിക പീഡനങ്ങൾ തടയുകയും കുടുംബാംഗങ്ങൾക്ക് കൂടുതൽ സുരക്ഷ ഉറപ്പാക്കുകയുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച നിയമം രാജ്യത്ത് നിലവിൽ വന്നു. നിയമലംഘകർക്ക് കനത്ത ശിക്ഷ ഉറപ്പാക്കുന്ന ഭേദഗതികളാണ് നിയമത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ശാരീരിക പീഡനങ്ങൾക്ക് പുറമെ മാനസികം, ലൈംഗികം, സാമ്പത്തികം എന്നിങ്ങനെയുള്ള എല്ലാത്തരം അതിക്രമങ്ങളും പുതിയ നിയമത്തിന്റെ പരിധിയിൽ വരും. കുടുംബാംഗങ്ങളുടെ സംരക്ഷണത്തിനായി വിവിധ മന്ത്രാലയങ്ങളിലെ പ്രതിനിധികൾ ഉൾപ്പെടുന്ന ഒരു ദേശീയ സമിതി രൂപീകരിക്കാനും നിയമം വ്യവസ്ഥ ചെയ്യുന്നു. പീഡനത്തിനിരയാകുന്നവർക്കായി പ്രത്യേക അഭയ കേന്ദ്രങ്ങൾ ഒരുക്കും. അത്തരക്കാർക്ക് ആവശ്യമായ ചികിത്സയും സൗജന്യ നിയമസഹായവും ഉറപ്പാക്കുമെന്നും നിയമം വ്യക്തമാക്കുന്നു. കേസുകൾ കൈകാര്യം ചെയ്യുമ്പോൾ ഇരകളുടെ സ്വകാര്യതയ്ക്ക് വലിയ പ്രാധാന്യം നൽകണമെന്ന വ്യവസ്ഥയും പുതിയ നിയമത്തിലുണ്ട്. ഇരകളുടെ പേരോ ചിത്രമോ മറ്റു വിവരങ്ങളോ വെളിപ്പെടുത്താൻ പാടില്ല. പരാതി പിൻവലിക്കാൻ ഇരയെ സമ്മർദ്ദത്തിലാക്കിയാൽ 6 മാസം വരെ തടവും 1000 ദിനാർ പിഴയുമാണ് ശിക്ഷ. കുട്ടികൾക്കെതിരായ പീഡനം ശ്രദ്ധയിൽപ്പെട്ടിട്ടും റിപ്പോർട്ട് ചെയ്യാതിരുന്നാൽ 1 വർഷം വരെ തടവ് ശിക്ഷ അനുഭവിക്കേണ്ടി വരും. വ്യാജ പീഡന പരാതി നൽകുന്നവരും കനത്ത ശിക്ഷ നേരിടേണ്ടി വരും. പബ്ലിക് പ്രോസിക്യൂഷനായിരിക്കും ഇത്തരം കേസുകളിൽ അന്വേഷണവും തുടർ നടപടികളും സ്വീകരിക്കുകയെന്നും നിയമം വ്യക്തമാക്കുന്നു. റിപ്പോർട്ടർ, കുവൈറ്റ്.